Good morning. Today we are going to discuss emergency stage, which is the second stage of disaster management cycle. Emergency stage. It consists of rescue and evacuations, shelter for victims, relief for livestock, disposal of dead bodies, damage assessment survey. Emergency stage. It requires rapid action task force and is psychologically attuned to face the abnormal human conditions. എമർജൻസി സ്റ്റേജിൽ നമുക്കൊരു റാപ്പിഡ് ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഒരുപാട് ദയനീയമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും അല്ലേ. ക്രൂരമായ രീതിയിൽ അപകടത്തിൽപ്പെട്ട സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണേണ്ടി വരും. അപ്പം ഇത്തരത്തിലുള്ളൊരു ഫോഴ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി അവർ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, ദ ടീം ഷുഡ് ഹാവ് ടെക്നിക്കൽ നോളേജ് ആൻഡ് സ്കിൽസ് ടു കണ്ടക്ട് സച്ച് ഓപ്പറേഷൻസ്. ടീമിന് നല്ല ടെക്നിക്കൽ നോളേജും അതുപോലെ നല്ല സ്കിൽസും ഉണ്ടായിരിക്കണം. NSS Corps, NGOs, local bodies and other voluntary organizations are given adequate responsibility in order to take or participate in the emergency situations. And the local people also should be trained in order to handle the emergency situations. NGOs, NSS Corps, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത്, വില്ലേജ് പോലുള്ളത്, അതുപോലെ വോളണ്ടറി ഓർഗനൈസേഷൻസിനൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് അഡക്വേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ. വൾണറബിൾ ഏരിയാസിലുള്ള ലോക്കൽ പീപ്പിൾസിനെ നമ്മൾ അത്യാവശ്യത്തിന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ട്രെയിനിങ് ഫോർ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. During search and relief at the time of disaster occurrence, there is urgent need for a specialized national facility to provide professional training. പ്രൊഫഷണൽ ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്ററിൻ്റെ സമയത്ത് നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് നാഷണൽ ഫെസിലിറ്റി ആവശ്യമായി വരുന്നുണ്ട്. ദിസ് സ്പെഷ്യലൈസ്ഡ് നാഷണൽ ഫെസിലിറ്റി സെന്റർ മേ ബി ലൊക്കേറ്റഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി ഏരിയ so that trained people can move very quickly into the affected areas. Specialized national facility center ലൊക്കേറ്റ് ചെയ്യേണ്ടത് സെൻട്രലി ആയിട്ടുള്ള ഏരിയയിലാണ്. ഏരിയയുടെ സെൻട്രലി ആണ് നമ്മൾ ഇതുപോലത്തെ സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റഡ് ഏരിയാസിലോട്ട് നമ്മുടെ ട്രെയിൻഡ് പീപ്പിളിന് എളുപ്പം മൂവ് ചെയ്യാൻ കഴിയും. ഓർഗനൈസേഷൻസ് ലൈക്ക് ആർമി, പാരാ മിലിറ്ററി ഫോഴ്സ്, BSF, CISF, NGOs, NSS cadets, teachers, political leaders, communities leaders need to be trained for these purposes. ഈ ഒരു പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ആർമി ഫോഴ്സ്, അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സ്, NGOs, NSS കോർസ്, സ്കൗട്ട് ഗാർഡൻസ്, അതുപോലെ BSF, CISF ഇവരെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. Next step is immediate relief operations should be carried out. It includes medical and health care, clothing, shelter, food and water. Relief supplies are given free of charge in the days and weeks immediately following a disaster. ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസാസ്റ്ററിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിൽ നമ്മൾ റിലീഫ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ചാർജ് ഇല്ലാതെയാണ്. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടറൊക്കെ നമ്മൾ ഒരിക്കലും പൈസ ഈടാക്കിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യരുത്. എമർജൻസി റിലീഫ് മേ ബി പ്രൊവൈഡഡ് ഫോർ എക്സ്റ്റെൻഡഡ് പീരിയഡ്സ് ഇൻ കേസ് ഓഫ് സ്ലോ ഓൺസെറ്റ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെന്റ്സ്. പോപ്പുലേഷൻ ഡിസ്പ്ലേസ്മെന്റുകൾ ചിലപ്പോൾ ഡിസാസ്റ്ററിന്റെ സമയത്ത് നടന്നിട്ടുണ്ടാകും. അതുപോലെ ചില ഡിസാസ്റ്റേഴ്സ് സ്ലോ ഓൺസെറ്റ് ആയിരിക്കും, കൂടുതൽ സമയം നിലനിൽക്കും. അങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ ഈ എമർജൻസി റിലീഫ് ഒരുപാട് കാലത്തേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് immediately after a disaster occurred in a area or locality. സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. മോസ്റ്റ്
immediate actions are performed by local people, that is local volunteers, localized organizations or emergency agencies. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സഡൻ ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് പൊതുവെ ലോക്കൽ പീപ്പിൾ ആണ്, അതുപോലെ വളണ്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെയാണ്. ഇഫ് കണ്ടീഷൻ വേഴ്സസ് ലോക്കൽ പീപ്പിൾ ആർ അണേബിൾ ടു withstand the situation, then we can seek for professional help. It includes army, navy and air force and coast guard. നമുക്ക് ആർമി ഫോഴ്സിനെയും എയർ ഫോഴ്സിനെയും നേവി ഫോഴ്സസിനെയും ഒക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കാവുന്നതാണ് നമ്മുടെ സിറ്റുവേഷന് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. ആൻഡ് ദി ഫൈനൽ സ്റ്റെപ്പ് ഈസ് അസസ്മെന്റ് സർവേസ്. Assessment is the process of determining the impact of the disaster on the society or the locality. ലൊക്കാലിറ്റിയിലെ ഡിസാസ്റ്റർ എത്രമാത്രം ഇമ്പാക്റ്റ് കൊണ്ടുവന്നു എന്നുള്ള ഡിറ്റർമിനേഷനാണ് അസസ്മെന്റ് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു എസ്റ്റാബ്ലിഷ് നീഡ്സ് ഫോർ ഇമ്മീഡിയറ്റ് എമർജൻസി മെഷേഴ്സ് ടു സസ്റ്റെയിൻ ഓർ സർവൈവ് ലൈഫ്സ്. അസസ്മെന്റ് സർവേകളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നീഡ്സ്, ആവശ്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. സെക്കൻഡ് പ്രയോറിറ്റി ഈസ് ഐഡന്റിഫൈയിങ് ദ പോസിബിലിറ്റീസ് ഓഫ് റിക്കവറി ആൻഡ് ഡെവലപ്മെന്റ്. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അപ്പോൾ ഇതിനൊക്കെ റിക്കവർ ചെയ്തിട്ട് അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി. It includes both direct and indirect losses and also short-term and long-term effects. സർവേയിൽ ഡയറക്റ്റ് ലോസും ഇൻഡയറക്റ്റ് ലോസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ളതും ഷോർട്ട് ടേം ആയിട്ടുള്ള ഇമ്പാക്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. It involves not only what has happened and what assistance is needed, but also include relevant assistance and the amount of relevant assistance. ഇത് എന്ത് സംഭവിച്ചു, എത്രമാത്രം അസിസ്റ്റൻസ് വേണം എന്ന് മാത്രമല്ല കണ്ടെത്തുന്നത്, അവിടെ എത്രമാത്രം റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര എമൗണ്ടിൽ റെലവെന്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ അസസ് ചെയ്തെടുക്കുന്നുണ്ട്. So these are all about emergency stage of disaster management cycle. Okay, thank you.